അതങ്ങ് അടച്ചു വെക്കടാ. ഏത് സമയം ഏതാടാ പുതിയ കുട്ടി? എടാ അത് പുതിയ പെണ്ണും പഴയ പെണ്ണും ഒന്നും അല്ല, അത് നമ്മളെ സ്ത്രീയാ. നമ്മുടെ സ്ത്രീയോ? ഇന്നലെ വരെ മിൽമ പാല് പോലെ ഇരുന്നവള് ഇന്ന് നോക്കുമ്പോ അമലാപോളിനെ പോലെ വന്നിരിക്കുന്നു. നോക്ക്. എന്താടി ശ്രീ നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും ബാലരാജിനോട് എന്റെ പ്രണയം അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. നല്ല സാരി ഉടുക്കണം, സെന്റ് അടിക്കണം, മുഖത്ത് നന്നായി മേക്കപ്പ് ഇടണം. അപ്പൊ എന്നെ കണ്ടിട്ട് അവൻ നോക്കി നിൽക്കും. അവൾ ഇന്നെങ്ങാനും തുറന്നു പറയോ? ബാലരാജു, ഒരു മിനിറ്റ്. എന്താ ശ്രീ, സാരിയില് സുന്ദരിയാണല്ലോ, എന്താ കാര്യം? അത് ബാലരാജു, എന്താ കാര്യം? ബാലരാജു, ഒരു മിനിറ്റ്. ശരി. എന്തുവാടി, നല്ലോണം ഒരുങ്ങി വന്നിരിക്കുകയാണല്ലോ. ബർത്ത്ഡേ ആണോ? ഏയ്, ബാലരാജിന്റെ മനസ്സിൽ പ്രണയം പൂക്കുന്ന ദിവസ. അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞില്ലേ, എഴുതിയോ? ഇല്ലടി. അത് മാത്രമല്ല, ഇന്ന് നല്ലൊരു ദിവസമല്ല. നല്ല ദിവസം നോക്കി പറഞ്ഞൂടായിരുന്നോ? ഇല്ലടി, ഞാൻ ഇന്നലെ പൂജാരിയോട് ചോദിച്ചു, നല്ല ദിവസാന്നാ പറഞ്ഞേ. എന്നാൽ അക്കാര്യം എങ്ങനെയാ അവനോട് പറയാന്ന് എനിക്ക് അറിയില്ലടി. എന്നെ ഒന്ന് സഹായിക്കോ? ഞങ്ങളുടെ കല്യാണത്തിന് നല്ലൊരു സാരി വാങ്ങിത്തരാം. വാ. എന്താ കാര്യം? അത് മഹാ, ഒരു ധൈര്യത്തിന് വേണ്ടിയാ വരാൻ പറഞ്ഞേ. എന്നാൽ നീ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വല്ലാതെ നെർവസ് ആകുന്നു. ഒന്ന് പോകാമോ? അവള് പറയുന്ന കേട്ടില്ലേ, അങ്ങോട്ട് മാറി നിക്കേ. പോ പോ. ഇനി പറഞ്ഞു. ഐ ഐ ഐ പറ. ഐ ലവ് യു ബാലരാജ്. എടാ, മഹാലക്ഷ്മി ഐ ലവ് യു പറഞ്ഞ് തമാശ കാണിക്കാ. ശരിക്ക് നിനക്കത് തമാശയായിട്ടേ തോന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. 10 ദിവസമായിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുക ഞാൻ. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഞാൻ കണ്ണടിക്ക് മുമ്പ് 10 മിനിറ്റ് മാത്രമേ നിൽക്കാറുള്ളൂ. ഇപ്പൊ നീ കാണണെന്ന് പറഞ്ഞ് മണിക്കൂറോളം ഒരുങ്ങി കിട്ടി വരുമ്പോ അതൊന്നും മനസ്സിലാക്കാണ്ട് എപ്പോഴും അവന്മാരുടെ കൂടെ കറങ്ങുക. എങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് നിന്നെയാ കാണുന്നത്. എന്താലോചിച്ചാലും എത്ര ആലോചിച്ചാലും അതിലൊക്കെ നീ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്കാ ഇവിടെ കെട്ടിയെടുത്ത. സോറി ശ്രീ. അവള് ഗേറ്റിന്റെ അടുത്ത് നിന്ന് നിന്റെ അടുത്തേക്ക് വരുമ്പോ 72-ൽ ഇടിക്കേണ്ട ഹൃദയം 172-ലാണ് ഇടിക്കുന്നത്. അതെങ്ങാനും നിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇപ്പോഴും നിനക്കിതൊരു തമാശയായിട്ടാ തോന്നേ? ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരൂ? താങ്ക്സ് ശ്രീ. പോട്ടോ, നീ ഇപ്പൊ തുറന്നു പറയടാ, ഈ പ്രണയകഥ തുടങ്ങിയിട്ട് എത്ര കാലമായി? ശരിയാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലടാ. ആഹാ, അപ്പൊ നിനക്ക് അറിയാതെയാണോ ഉമ്മ തന്നത്? ശരിയാ. നിങ്ങൾ 3 പേരാണ് സത്യം, എനിക്കൊന്നും അറിയില്ല. ശരി, നിനക്കൊന്നും അറിയില്ലെന്ന് ഞങ്ങൾ 3 പേരും വിശ്വസിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ. അതായത് പിടിച്ചേ. താടാ. അവള് നിന്റെ ഏത് കവിളിലാടാ ഉമ്മ തന്നേ? അങ്ങോട്ട് മാറി നിക്കണം. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? നീ കുടുങ്ങിയടാ. ഇപ്പൊ മനസ്സിലായടാ കാര്യം. ഞാൻ ഉമ്മ തരാൻ വന്ന എന്നെ തള്ളി മാറ്റുന്നു. ആ പെണ്ണുമ്മ തരാൻ വന്നപ്പോ നീ അതങ്ങ് വാങ്ങി.
ആ ഈ ശരിയാ പ്രണയകഥ ശരിയാ തുടങ്ങിയിട്ട് എത്ര കാലമായി? എടാ പ്രേമവും ഒരു മണ്ണാങ്കട്ടിയില്ല. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ? അയ്യോ ദൈവമേ, ഈ പെണ്ണുങ്ങൾ വന്നാലേ ഇങ്ങനെയാടാ. പയ്യന്മാരുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. എടാ ബാലരാജെ, ഞാനൊരു സത്യം പറയാം, നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. നീ കരുതുന്ന പോലെ എല്ലാ പെണ്ണുങ്ങളൊന്നും അത്ര നല്ലവരല്ല. നീ ചാവാൻ കിടക്കുകയാണെങ്കിൽ പോലും അവരൊക്കെ മേക്കപ്പ് ഇട്ടോണ്ടേ എടാ, വരത്തുള്ളൂ. അതാടാ ഞാൻ അപ്പം തന്നെ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേൾക്കടാ. എങ്ങനെയാ നീ പ്രേമിക്കാൻ തുടങ്ങി? നാച്ചേരി അമ്മയുടെ മരുമകനായ ഞങ്ങളൊന്നും മറക്കല്ലേ? മരുമോനും വല്ല ഒരു കോപ്പും അല്ല. അവൾ എന്തിനാ കിസ് ചെയ്ത് ഞാൻ പോയി ചോദിച്ചിട്ട് വരും. അവൾ എന്തിനാ കിസ് ചെയ്തത്? എന്താടാ അടിച്ച് പൂസായി വന്നിരിക്കുക? മാറി നിക്ക്, നാറ്റടിക്കുന്നു. പിന്നെ കുടിച്ച മാറാത്ത സുഗന്ധാണോ വരുന്നേ? ഇങ്ങ് വന്നേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല എന്തിനാ വന്ന്? ഐ വോണ്ട് ഒരു സത്യം ഇറങ്ങിഫൈ. കോളേജിൽ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ എന്തിനാ കിസ് ചെയ്തത്, ഐ ലവ് യു പറഞ്ഞത്? ഇപ്പൊ പറയണമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഇവിടെ കിസ് ചെയ്താ ഇവിടെ ചങ്കിടിപ്പ് കൂടുവാണല്ലോ. ചെറുപ്പം തൊട്ട് എന്റെ അച്ഛനും അമ്മേനെ ഒരുപാട് കിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു പുതിയ ഫീലിംഗ് ആണല്ലോ. എന്തെങ്കിലും പറ. എടാ മണ്ട, ഉമ്മ വച്ച് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പ്രേമം. അതാ ചോദിച്ച എന്തിനെന്ന്. എങ്ങനെയോ എന്തോ എനിക്ക് നിന്നോട് പ്രേമം തോന്നി. നിനക്ക് തോന്നിയാ എല്ലാം ശരിയാകുമോ? ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. പ്രേമം ഉണ്ടായോ? ഒരുമിച്ച് എത്ര കഴിച്ചു? പ്രേമം ഉണ്ടായോ? ഒരുമിച്ച് പഠിച്ചു, എന്നിട്ടും പ്രേമം ഉണ്ടായോ? ആ സമയമൊന്നും വരാത്തത് നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കിസ് ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് പ്രേമം ഉണ്ടാവോ? വന്നു. എന്താടിത്? നീ കറങ്ങി എന്റെ കണ്ണുന്നാണല്ലോ വെള്ളം വരുന്നത്. നീ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്ത് പറ്റിയെന്നും അറിയില്ല. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പിയാ. നിന്റെ കൂടെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് സമയം ചെലവഴിച്ച പോലെയാ. നിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു വിചാരിച്ചില്ല. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുമ്പോ എന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. വല്ലാതെ ശ്വാസം മുട്ടുന്നു. നീ എന്റെ അടുത്തേക്ക് വരുമ്പോഴേ ചുറ്റും ബാൻഡ് വായിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാ. നീ പറഞ്ഞതുപോലെ 72 തവണ തുടിക്കേണ്ട ഹൃദയം 172 തവണ തുടിക്കുക. ഈ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്താ മാനം പോവും. നീ ഈ ഡിസ്റ്റൻസിൽ നിന്നാലും ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ ഉണ്ട് കേട്ടാ.